നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വീണ്ടും ഒരു അറസ്റ്റ്. ചോദ്യപേപ്പർ തയ്യാറാക്കിയ പൂനെ സ്വദേശിയായ ബയോളജി അധ്യാപിക മനീഷ ഗുരുനാഥയാണ് സിബിഐയുടെ പിടിയിലായത്. ചോദ്യപേപ്പർ തയ്യാറാക്കാൻ ദേശീയ പരീക്ഷാ ഏജൻസി നിയോഗിച്ച പാനലിലെ രസതന്ത്ര അധ്യാപകൻ പി.വി. കുൽക്കർണി കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. ചെന്നിത്തലയുമായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ധനമന്ത്രി സ്ഥാനം സതീശൻ ഏറ്റെടുത്തേക്കും. ചെന്നിത്തലയ്ക്ക് പിന്നാലെ ദേശീയ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായും സതീശൻ ചർച്ച നടത്തി. സംസ്ഥാനത്ത് മെയ് 21 മുതൽ മിൽമ പാലിന് വില വർദ്ധിക്കും. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ബുധനാഴ്ച ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പുതിയ നിരക്കിന് അംഗീകാരം നൽകും. ഏപ്രിലിൽ ചേർന്ന യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവരുടെ വകുപ്പുകളായി. ഇന്ന് വൈകിട്ടാണ് വകുപ്പുകൾ സംബന്ധിച്ച് ഉത്തരവിറങ്ങിയത്. ആഭ്യന്തരം ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. മുതിർന്ന അംഗം കെ.എ. സെങ്കോട്ടയ്യനാണ് പി.വി.കെ. സർക്കാരിലെ ധനമന്ത്രി. മന്ത്രിസഭാ വിപുലീകരണം ഉടനുണ്ടാകുമെന്നാണ് സൂചന.